60+ സെറ്റ് ബ്രിജി കേട്ടിയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഗോബി മഞ്ചൂരിയൻ, കോളിഫ്ലവർ കൊണ്ടൊരു മഞ്ചൂരിയനാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മളിങ്ങനെ കഴുകാനെടുക്കുമ്പോൾ അത് അടർത്തി ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, മഞ്ഞൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അതിലെന്തെങ്കിലും ബൈ ചാൻസ് വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി വരും. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വേണം കഴുകിയെടുക്കാൻ. എടുത്തിട്ട് അതിൽ ഒരു സ്പൂൺ മൈദ, പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ, ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഉപ്പ്. അത് കഴിഞ്ഞിട്ട് ഒരു പിഞ്ച് ഓഫ് മുളക് പൊടി കുറച്ചിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ടൊരു പിഞ്ച് ഓഫ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മളത് ഇളക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എല്ലാം പിടിക്കും. കോളിഫ്ലവറിൽ വെള്ളം നല്ലോണം വാർന്നു പോയിട്ട് വേണം കേട്ടോ ഇടാൻ, അല്ലെങ്കിൽ വെള്ളം അധികമായി തോന്നും. അഥവാ അധികമായി തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലവറും മൈദ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാം. കോൺഫ്ലവർ മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഡീപ്പ് ഫ്രൈയേ പറ്റുള്ളൂ, ഷാലോ ഫ്രൈ പറ്റില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് ചൂടാകുമ്പോൾ കോൺഫ്ലവർ ഇങ്ങനെ ഫ്ലോറക്സായിട്ട് എടുത്ത് വയ്ക്കാം. ഒന്നിച്ചിടുമ്പോൾ കൂട്ടി ഒട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ ഇതൊന്നും. ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ ഓരോ ഭാഗമായിട്ടൊന്ന് പതുക്കെ മറിച്ചിടും. ഒന്നിച്ചിങ്ങനെ നമ്മൾ ഇതുകൊണ്ട് തിരിച്ചിടാനും പറ്റും. നമ്മൾ കോട്ട് ചെയ്ത് വറുക്കുന്നത് കൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല, ഒഴിച്ച എണ്ണ അങ്ങനെ തന്നെയുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളക്, പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി കുറച്ചിട്ടിട്ട് നന്നായിട്ട് വെക്കുക. ഒരുവിധം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് അധികമായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൊരിയുമ്പോൾ ഇതിൽ നമ്മൾ ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും ഒഴിക്കും. കുറച്ചധികം ഒഴിക്കാം, 1 സ്പൂൺ ഒഴിക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരിത്തിരി പഞ്ചസാരയുണ്ട്. ഇതിട്ട് ഇനി നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇടും. ഇളക്കി ഒഴിച്ചിട്ട് ഇനി കുറച്ച് പെപ്പർ പൗഡർ ഇടാം. പിന്നെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് ചില്ലി ഫ്ലേക്സും നമ്മളിടുന്നു. കുറച്ച് ഇടുന്നുള്ളൂ, അല്ലേ എല്ലാം കൂടെ എരിവ് അധികം വരും.